വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ശരീരം ഈ നിമിഷം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കും ഡോക്ടർമാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിന് സ്വന്തമായി ചെയ്യാൻ കഴിയും. സെൽഫ് ഹീലിംഗ്. പക്ഷേ എന്തുകൊണ്ടാണ് വർഷങ്ങളായി നിങ്ങളുടെ ആ വിട്ടുമാറാത്ത വേദനയോ തളർച്ചയോ അസുഖങ്ങളോ മാറാത്തത്? ഉത്തരം ലളിതമാണ്. നിങ്ങളുടെ ശരീരം ഒരു ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. 2500 വർഷങ്ങൾക്ക് മുൻപ് ഗൗതമ ബുദ്ധൻ ഈ ലോകത്തിന് ഒരു താക്കോൽ നൽകി. നിങ്ങളുടെ ശരീരത്തിലെ 80% പ്രശ്നങ്ങളും വെറും 21 ദിവസത്തിനുള്ളിൽ തുടച്ചു നീക്കാൻ ശേഷിയുള്ള 5 ശാരീരിക രഹസ്യങ്ങൾ. ഇത് വെറുമൊരു അത്ഭുത കഥയല്ല. ആധുനിക ബയോളജി പോലും അത്ഭുതത്തോടെ നോക്കുന്ന കോശങ്ങളുടെ പുനർനിർമ്മാണ പ്രക്രിയയാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തെ ഒരു രോഗിയിൽ നിന്ന് ഒരു യോദ്ധാവായി മാറ്റാനുള്ള വിദ്യ നിങ്ങൾ പഠിച്ചിരിക്കും. നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ പണം മാനിഫെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആരോഗ്യകരമായ ഒരു ശരീരം മാനിഫെസ്റ്റ് ചെയ്യുക എന്നതുകൂടിയാണ്. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ശരീരം ദുർബലമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും ഉന്നതമായ തലങ്ങളിലെത്താൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ നിമിഷവും ചത്തൊടുങ്ങുകയും പുതിയവ ജനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രക്രിയയെ ശരിയായ രീതിയിൽ നയിച്ചാൽ ഏതസുഖത്തെയും നമുക്ക് മറികടക്കാം. എന്തുകൊണ്ടാണ് 21 ദിവസം? ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ശീലങ്ങളും കോശങ്ങളുടെ മെമ്മറിയും മാറാനെടുക്കുന്ന മിനിമം സമയമാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 5 ശീലങ്ങൾ ബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയതാണ്. ഇത് പിന്തുടരുന്നതിലൂടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയുകയും ഊർജം വർദ്ധിക്കുകയും മനസ്സ് കൂടുതൽ തെളിയുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ഏത് ശാരീരികാവസ്ഥയിലാണെങ്കിലും, അത് അമിതവണ്ണമാകട്ടെ, വിട്ടുമാറാത്ത തലവേദനയാകട്ടെ, അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങളാകട്ടെ, ഈ 21 ദിവസത്തെ ബുദ്ധരീതി നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കും. ഈ വീഡിയോയിലെ ഓരോ ശീലവും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റത്തെയും ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നുപോലും വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. നമുക്ക് ആ ആദ്യത്തെ ശീലത്തിലേക്ക് കടക്കാം. ശീലം 1. ബോധപൂർവമായ ആഹാരം, ആത്മീയമായ ഊർജം. നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളിൽ എത്ര പേർ ഇന്ന് ഫോണിലോ ടിവിയിലോ നോക്കാതെ സമാധാനമായി ഭക്ഷണം കഴിക്കാറുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് ആഹാരമല്ല, മറിച്ച് ആ ഫോണിലെ സ്ട്രെസ്സും വാർത്തകളുമാണ്. ബുദ്ധൻ പഠിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ ആഹാരം മാത്രം കഴിക്കുക. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷെ ഇതിന്റെ ഗുണം അത്ഭുതകരമാണ്. നിങ്ങൾ ഒരു ഉരുളച്ചോറ് വായിൽ വെക്കുമ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. പ്രകൃതിയും വെയിലും മഴയും കർഷകന്റെ അധ്വാനവും ചേർന്ന ആ ഊർജമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ ഈ 21 ദിവസം ചെയ്യേണ്ടത് ഇതാണ്. 1. സ്ക്രീനുകൾ മാറ്റിവെക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി ദൂരെ വെക്കുക. TV ഓഫ് ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പ്ലേറ്റിലായിരിക്കണം. 2. 32 തവണ ചവയ്ക്കുക. നമ്മുടെ ദഹനപ്രക്രിയ തുടങ്ങുന്നത് വയറ്റിലല്ല, മറിച്ച് വായിലാണ്. ഓരോ ഉരുളയും നന്നായി ചവച്ചരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉമിനീരിലെ എൻസൈമുകൾ ആ ആഹാരത്തെ ഒരു ഔഷധമാക്കി മാറ്റുന്നു. 3. രുചി അറിയുക. ആ ഭക്ഷണത്തിന്റെ മണം, അതിന്റെ തണുപ്പ് അല്ലെങ്കിൽ ചൂട്, അത് നാവിലുണ്ടാക്കുന്ന രുചി, ഇത് പൂർണ്ണമായി ആസ്വദിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം കൃത്യമായി തിരിച്ചറിയും എപ്പോൾ വിശപ്പ് മാറിയെന്നും എപ്പോൾ നിർത്തണമെന്നും. അമിതവണ്ണവും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളും മാറാൻ ഇതിലും മികച്ച ഒരു വഴി ലോകത്തില്ല. നിങ്ങൾ വിഴുങ്ങുന്നത് വെറും കലോറിയല്ല, നിങ്ങളുടെ ശരീരത്തിനുള്ള മരുന്നാണെന്ന് ഓർക്കുക. ബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്, അതിലേക്ക് നൽകുന്ന വഴിപാടാണ് ആഹാരം. ശീലം 2. ജലപാനത്തിലെ ശുദ്ധീകരണം, മരുന്നായി മാറുന്ന ജലം. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്നതിലല്ല കാര്യം, അത് എങ്ങനെ കുടിക്കുന്നു എന്നതിലാണ് കാര്യം. ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ പ്രകൃതിയിലെ ഓരോ കണികയ്ക്കും ജീവനുണ്ട്, പ്രത്യേകിച്ച് വെള്ളത്തിന്. നമ്മൾ പലപ്പോഴും ഓടിനടന്ന് ദാഹം തീർക്കാൻ വേണ്ടി മാത്രം വെള്ളം വിഴുങ്ങുന്നവരാണ്. എന്നാൽ ഈ 21 ദിവസം നമ്മൾ ആ രീതി മാറ്റാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. നിങ്ങൾ കുടിക്കുന്ന ആ ഓരോ തുള്ളി വെള്ളവും നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി പറഞ്ഞാൽ വെള്ളത്തിന് വികാരങ്ങളെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ദേഷ്യത്തോടും വെറുപ്പോടും കൂടി വെള്ളം കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ വിഷമായി പ്രവർത്തിക്കാം. ഈ 21 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. 1. ഇരുന്നുകൊണ്ട് കുടിക്കുക. ഒരിക്കലും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ ശാന്തമായി ഒരിടത്ത് ഇരുന്നുകൊണ്ട് മാത്രം വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. 2. വെള്ളത്തോട് സംസാരിക്കുക. വെള്ളം കുടിക്കുന്നതിന് മുൻപ് ആ ഗ്ലാസ്സിലേക്ക് ഒരു നിമിഷം നോക്കുക. മനസ്സിൽ പറയുക, ഈ വെള്ളം എന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തുന്നു. നന്ദിയോടെ അത് കുടിക്കുക. 3. ചൂടുവെള്ളത്തിന്റെ മാന്ത്രികത. രാവിലെ എഴുന്നേറ്റ ഉടനെ പതുക്കെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ കുടലിലെ വിഷാംശങ്ങളെ കഴുകിക്കളയാൻ സഹായിക്കും. ഓർക്കുക, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ വെറുമൊരു ദാഹം തീർക്കുകയല്ല ചെയ്യുന്നത്,
മറിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും കഴുകി വൃത്തിയാക്കുകയാണ്. 21 ദിവസം ഈ രീതി തുടരുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് പ്രത്യേക തിളക്കം വരുന്നതും ശരീരത്തിലെ അനാവശ്യ നീർക്കെട്ടുകൾ മാറുന്നതും നിങ്ങൾ നേരിട്ട് കാണും. വെള്ളം വെറും പാനീയമല്ല, അത് ജീവനാണ്. ആ ജീവനെ ആദരവോടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. ശീലം 3. രാത്രികാല ഉപവാസവും വിശ്രമവും. ശരീരം സ്വയം ചികിത്സിക്കുന്ന സമയം. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരം ഒരു അത്ഭുതകരമായ മെഷീൻ പോലെയാണ്. ഈ മെഷീൻ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരുന്നാൽ അത് വേഗത്തിൽ കേടാകും. ബുദ്ധ സന്യാസികൾ പിന്തുടരുന്ന ഒരു പ്രധാന രഹസ്യമുണ്ട്. അവർ സൂര്യൻ അസ്തമിച്ചാൽ പിന്നീട് കഠിനമായ ആഹാരം കഴിക്കില്ല. ഇതിന്റെ പിന്നിലെ ശാസ്ത്രം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ഊർജവും ആ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. ഫലമോ, ശരീരത്തിലെ കേടുപാടുകൾ തീർക്കാനും രോഗങ്ങൾ ഭേദമാക്കാനും ശരീരത്തിന് സമയം കിട്ടുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തളർച്ച തോന്നാറില്ലേ? അത് നിങ്ങളുടെ ശരീരം രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ പണിയെടുത്തതുകൊണ്ടാണ്. ഈ 21 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. 1. ദ ഹീലിംഗ് ഗ്യാപ്പ്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 3 മുതൽ 4 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങളുടെ അത്താഴം പൂർത്തിയാക്കുക. രാത്രി 7 അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം ഒന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. 2. രാത്രി ഭക്ഷണം ലഘുവാക്കുക. രാത്രിയിൽ വയറു നിറയെ കഴിക്കാതെ വളരെ ലഘുവായ ആഹാരം മാത്രം കഴിക്കുക. 3. ശരീരത്തിന് സമയം നൽകുക. നിങ്ങൾ ഭക്ഷണം നേരത്തെ കഴിക്കുമ്പോൾ രാത്രി 10 മണിയാകുമ്പോഴേക്കും ദഹന പ്രക്രിയ പൂർത്തിയാകും. പിന്നീട് നിങ്ങൾ ഉറങ്ങുന്ന സമയം മുഴുവൻ നിങ്ങളുടെ ശരീരം അതിന്റെ ക്ലീനിംഗ് പ്രക്രിയ തുടങ്ങും. പണ്ട് മുതലുള്ള ശരീരവേദനകളും അസുഖങ്ങളും മാറാൻ തുടങ്ങുന്നത് ഈ സമയത്താണ്. വിശപ്പില്ലാതെ ഉറങ്ങാൻ പോകുന്നത് ഒരു ശിക്ഷയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. 21 ദിവസം ഇത് തുടരുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ശരീരം വെണ്ണ പോലെ ലഘുവായതായി. പഴയ അസുഖങ്ങൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ അറിയും. ഓർക്കുക, നിങ്ങൾ കഴിക്കാത്ത സമയത്താണ് നിങ്ങളുടെ ശരീരം യഥാർത്ഥത്തിൽ സുഖപ്പെടുന്നത്. ശീലം 4. ആനാപാനസതി. ശ്വസനത്തിലൂടെയുള്ള അത്ഭുത രോഗശാന്തി. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ദേഷ്യം വരുമ്പോൾ വേഗത്തിൽ ശ്വസിക്കുന്നു, സങ്കടം വരുമ്പോൾ ശ്വാസം മുട്ടുന്നു, സമാധാനമായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ സാവധാനത്തിലാകുന്നു. അതിനർത്ഥം നമ്മുടെ ജീവനും ശ്വാസവും തമ്മിൽ അത്രമേൽ ബന്ധമുണ്ടെന്നാണ്. ബുദ്ധൻ ഇതിനെ ആനാപാനസതി എന്നാണ് വിളിച്ചത്. നമ്മുടെ ശരീരത്തിലെ 80% വിഷാംശങ്ങളും പുറത്തു പോകുന്നത് ശ്വസനത്തിലൂടെയാണെന്ന് ശാസ്ത്രം പറയുന്നു. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്വാസകോശത്തിന്റെ പകുതി പോലും ഉപയോഗിക്കാതെയാണ് ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തം വേണ്ടത്ര ശുദ്ധീകരിക്കപ്പെടുന്നില്ല. ഇതാണ് പലപ്പോഴും ശരീരവേദനയായും തളർച്ചയായും നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ 21 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. 1. ബോധപൂർവമായ ശ്വസനം. ദിവസവും രാവിലെയും വൈകുന്നേരവും വെറും 10 മിനിറ്റ് ശാന്തമായി ഒരിടത്തിരിക്കുക. നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും വെറുതെ നിരീക്ഷിക്കുക. ഇതിനുവേണ്ടി പ്രത്യേക മന്ത്രങ്ങളോ കഠിനമായ വ്യായാമങ്ങളോ വേണ്ട. 2. ശുദ്ധീകരണ സങ്കല്പം. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും എത്തുന്നുവെന്ന് സങ്കല്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ രോഗങ്ങളും വേദനകളും നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോകുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുക. 3. ആഴത്തിലുള്ള ശ്വാസം. വയർ വീർപ്പിച്ചുകൊണ്ട് ആഴത്തിൽ ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്വസനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വർത്തമാനകാലത്തിലെത്തുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരം സ്വയം റിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഈ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിക്കുന്നതും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നതും നിങ്ങൾക്കറിയാൻ സാധിക്കും. ഓർക്കുക, ശ്വാസം എന്നത് നിങ്ങളുടെ ഉള്ളിലെ ജീവന്റെ സംഗതമാണ്. അത് ആസ്വദിക്കാൻ പഠിക്കുക. ശീലം 5. പ്രകൃതിയുമായുള്ള സമ്പർക്കം. ഭൂമിയിൽ നിന്നുള്ള രോഗശാന്തി. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് എപ്പോഴും ചെരുപ്പുകൾ ധരിക്കുന്നത് എന്ന്? ബുദ്ധൻ തന്റെ ജീവിതകാലം മുഴുവൻ നഗ്നപാതനായിട്ടാണ് നടന്നത്. ഇതിന്റെ പിന്നിൽ ആത്മീയമായ ഒരു വശം മാത്രമല്ല, വലിയൊരു ശാസ്ത്രം കൂടിയുണ്ട്. നമ്മൾ ഇന്ന് വലിയ കെട്ടിടങ്ങൾക്കുള്ളിലും ചെരുപ്പുകൾക്കുള്ളിലും ജീവിക്കുമ്പോൾ ഭൂമിയുമായുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമായും അറ്റുപോയിരിക്കുകയാണ്. നമ്മുടെ ശരീരം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം പോലെയാണ്. ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജിയാണ് പലപ്പോഴും വിട്ടുമാറാത്ത വീക്കങ്ങളും സന്ധിവേദനകളും മാനസിക സമ്മർദ്ദവുമായി മാറുന്നത്. ഭൂമി ഒരു വലിയ മാഗ്നറ്റ് പോലെയാണ്. ഭൂമിയിൽ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ നെഗറ്റീവ് ചാർജിനെ അത് വലിച്ചെടുക്കുന്നു. ഈ 21 ദിവസം നിങ്ങൾ ചെയ്യേണ്ട ശീലം ഇതാണ്. 1. നഗ്നപാതനായി നടക്കുക. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറഞ്ഞത് 15 മിനിറ്റ് ചെരുപ്പില്ലാതെ മണ്ണിലോ പുല്ലിലോ നടക്കുക. ആ തണുപ്പും മണ്ണിന്റെ സ്പർശനവും പാദങ്ങളിലൂടെ അനുഭവിക്കുക. 2.
സൂര്യപ്രകാശം ഏൽക്കുക. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ എല്ലാ ജീവന്റെയും ഉറവിടമാണെന്ന്. പുലർച്ചെയുള്ള സൂര്യപ്രകാശം 10 മിനിറ്റെങ്കിലും ശരീരത്തിൽ ഏൽക്കുക. ഇത് നിങ്ങളുടെ വൈറ്റമിൻ ഡി കൂട്ടുക മാത്രമല്ല, ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെ കൃത്യമാക്കുകയും ചെയ്യും. 3. സസ്യങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ ചെടികളെയോ മരങ്ങളെയോ ഒന്ന് സ്പർശിക്കുക. അവയോടൊപ്പം അല്പസമയം ചിലവഴിക്കുക. പ്രകൃതിയുമായി നിങ്ങൾ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ശരീരം സുഖപ്പെടാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയിൽ നിന്ന് അകലുമ്പോഴാണ് രോഗങ്ങൾ നമ്മളെ തേടി വരുന്നത്. ഈ 21 ദിവസം ഭൂമിയിൽ തൊട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ കാലിലെ വേദനകൾ മാറുന്നതും ഉറക്കം കൂടുതൽ ആഴമുള്ളതാകുന്നതും മനസ്സ് പ്രസന്നമാകുന്നതും നിങ്ങൾ തിരിച്ചറിയും. ഓർക്കുക, ഭൂമി നിങ്ങളെ താങ്ങുക മാത്രമല്ല, നിങ്ങളെ സുഖപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ചർച്ച ചെയ്ത 5 ശീലങ്ങൾ കേവലം അറിവുകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ പുനർനിർമ്മിക്കാനുള്ള ഉപകരണങ്ങളാണ്. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ആരോഗ്യം എന്നത് ഏറ്റവും വലിയ നേട്ടമാണ്, സംതൃപ്തി എന്നത് ഏറ്റവും വലിയ സമ്പത്തും. നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ്. അതിനെ മരുന്നുകൾ കൊണ്ട് നിറയ്ക്കുന്നതിന് മുൻപ് പ്രകൃതിയുടെയും നിങ്ങളുടെ മനസ്സിന്റെയും ശക്തി കൊണ്ടൊന്ന് സുഖപ്പെടുത്താൻ ശ്രമിച്ചു നോക്കൂ. വെറും 21 ദിവസം. നിങ്ങളുടെ ജീവിതത്തിലെ ആയിരക്കണക്കിന് ദിവസങ്ങളിൽ നിന്ന് വെറും 21 ദിവസം മാത്രം ഇതിനായി മാറ്റിവെക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്: 1. ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇത് ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുക. 2. കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ താഴെ കമന്റ് ബോക്സിൽ ഐ ആം റെഡി ഫോർ ദ 21 ഡേ ഹീലിംഗ് ജേർണി എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. 3. പങ്കുവയ്ക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന ആ സുഹൃത്തിനോ ബന്ധുവിനോ ഇത് അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് നിങ്ങൾ കാരണമായേക്കാം. നിങ്ങളുടെ മാറ്റങ്ങൾ അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ 21 ദിവസത്തിന് ശേഷം നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുമെന്ന് എനിക്കുറപ്പുണ്ട്. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തിന് കൂട്ടുണ്ടാകട്ടെ. നമ്മൾ വീണ്ടും കാണും.